ജില്ലാതലങ്ങളിൽ വെച്ച് കൈമാറുകയുമാണ് ഉണ്ടായത്. എന്നിട്ട് അവർ പറഞ്ഞത് 16 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. കത്തുവ ഉന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതിൽ വലിയ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം കോടതി അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഇപ്പോഴും വെക്കേറ്റ് ചെയ്തിട്ടില്ല. വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പരാതിക്കാരൻ. ധോത്തി ചാലഞ്ചിന്റെ കാര്യം, 2,72,000 തുണികളാണ് രാംരാജിൽ നിന്ന് ഇവർ വാങ്ങിയത്. 2,72,000 ധോത്തികൾ. ഇവർ പറഞ്ഞിരുന്നത് 725 രൂപ റീറ്റെയിൽ വിലയുണ്ട് എന്ന സ്റ്റിക്കർ ഇതുമ്മ ഒട്ടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ തുണി, ആ തുണിക്ക് യഥാർത്ഥത്തിൽ 200 രൂപ പോലും വിലയുണ്ടായിരുന്നില്ല. അത് അവർക്ക് സമ്മതിക്കാം, കാരണം 200 രൂപയെ അതിന് വില ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ചാലഞ്ചിലൂടെ ഉദ്ദേശിച്ചത് പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പണം സ്വരൂപിക്കുക, ഞങ്ങളുടെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അവർക്ക് പറയാം. അല്ലെങ്കിൽ ജലീൽ പറഞ്ഞത് തെറ്റാണ്. ഞങ്ങൾ രാംരാജിൽ നിന്ന് 2,72,000 ധോത്തി വാങ്ങിയപ്പോൾ അതിന് അവർ തന്ന ബില്ലിതാ എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ രാംരാജ് ഇവർക്ക് കൊടുത്ത ബില്ല് കാണിക്കണം. അല്ലാതെ 725 രൂപ എന്ന സ്റ്റിക്കർ 200 രൂപ പോലും വിലയില്ലാത്ത തുണിയിൽ ഒട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയല്ല വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇട്ട പോസ്റ്റ്, 3 വർഷം മുമ്പ് ഇട്ട പോസ്റ്റിൽ ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിൽ ചെന്നാൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം കാണാം. എന്താണ് അതിൽ പറയുന്നത്? ഒരു സുഹൃത്ത് പറയുകയാണ്, ഇതിൽ ഒരുപാടുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി തരുന്നുണ്ട്. ചേറൂരുള്ള ഒരു ബഷീർ KPM സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ, യൂത്ത് ലീഗ് പ്രവർത്തകനാണ്, എഴുതിയിരിക്കുകയാണ്, ധോത്തി ആവേശത്തോടെയാണ് ഞാനും ഏറ്റുവാങ്ങിയത്. പക്ഷേ അതിലടിച്ച MRPയുടെ വിലക്കുള്ള മൂല്യം അതിനില്ലെന്ന് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി. സത്യാവസ്ഥയറിയാൻ രാംരാജ് തിരുപ്പൂർ കേന്ദ്രത്തിലേക്ക് വിളിച്ചു. മാനേജർ വേദനയോടെ പ്രതികരിച്ച പല കാര്യങ്ങളും പാർട്ടിക്ക് ചേരുന്നതായില്ല. ആ കാര്യങ്ങളൊന്നും ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും രാംരാജിന്റെ ഈ തുണിക്ക് 720 രൂപയുടെ അടുത്തുപോലും വിലയില്ലെന്ന് ബോധ്യമായി. പാർട്ടിയേക്കാൾ ഇതിൽ തിരിച്ചടി രാംരാജ് കമ്പനിക്കായിരിക്കും. കഷ്ടം. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്കിന് താഴെ 3 വർഷം മുമ്പ് അദ്ദേഹം ധോത്തി ചാലഞ്ചിനെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിന്റെ താഴെ വന്നുകൊണ്ട് ഇട്ട പോസ്റ്റാണിത്. പിന്നെ നമ്മളുടെ നിരവധി പോസ്റ്റുകളുണ്ട്. സാലിഹ് പാലത്തിങ്ങൽ, അതൊക്കെ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്റിന് താഴെയുള്ള പോസ്റ്റുകളാണ്. മുണ്ടുകളെല്ലാ നാട്ടിലും വിതരണം കഴിഞ്ഞു, ഞാനും പങ്കെടുത്തു. പക്ഷേ മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുക്കുമ്പോൾ മിനിമം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എടുക്കുന്നതാവും എന്ന പ്രതീക്ഷയോടെയാണ് പങ്കാളിയായത്. തീർത്തും വ്യത്യസ്തമായിരുന്നു. വെറും ഒരു പോളിസ്റ്റർ തുണിയാണ് എല്ലാ ആളുകൾക്കും കിട്ടിയത്. ഇത് വേണ്ടായിരുന്നു. 600 രൂപ വാങ്ങിയിട്ട് 2 ലക്ഷത്തിന്റെ മീതെ തുണി രാംരാജിൽ നിന്നും വാങ്ങി എന്നുള്ളത് ഏതൊരാൾക്കും അറിയും. ഇതിന് 250ന്റെ മുകളിൽ വില വരില്ല എന്ന്. ഇവരാരും DYFIക്കാരല്ല. സാലിഹ് പാലത്തിങ്ങൽ
ഷബീർ ET ഗ്രീൻ സോൺ എന്ന് പറയുന്ന അവരുടെ പ്രത്യേക ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലിട്ട പോസ്റ്റ്, അതെല്ലാം അതിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ബാക്കി കൂടുതൽ വായിക്കണ്ടല്ലോ. അപ്പം ഇതാണ് ഈ തുണിയുടെ അവസ്ഥ. നമ്മൾ സാധാരണ ഒരു ചാലഞ്ച് നടത്തുമ്പോൾ പറയും എന്ത്, 600 രൂപ, അതിൽ 200 രൂപ പാർട്ടിക്കായിരിക്കും, ബാക്കി 400 രൂപക്ക് ഞങ്ങൾ റീറ്റെയിലിൽ 600 രൂപക്ക് കിട്ടുന്ന തുണി 400 രൂപക്ക് വാങ്ങി നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലായിട്ടൊരു തുണി പോയി എടുക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ മുടക്കേണ്ടി വരുന്ന തുകയെ അവർ മുടക്കേണ്ടതുള്ളൂ. ഇതിന് പകരം ഇത് 100 രൂപ എന്ന് വെച്ചാൽ 2.5 കോടിയാണ്, 2.25 കോടിയായി. 100 രൂപ ഇതിൽ നിന്ന് 16.5 കോടി രൂപയോളം വരും. 2,72,000 ഇൻറ്റു 600, 2,72,000 ഇൻറ്റു 600 16.5 കോടി രൂപയായി. 100 കോടി രൂപ എന്ന് പറയുന്നത് തന്നെ എത്രയായി? 2 കോടിയിലധികമായി. അപ്പം 100 രൂപ വെട്ടിച്ചാൽ മതി. കമ്പനിക്കാരോട് പറയാം, നിങ്ങൾ തരുന്നത് ഇത്ര വിലക്ക്, പക്ഷെ ബില്ല്. മന്ത്രിയായിരുന്ന കാലത്ത് കോടികളുടെ അഴിമതി നടത്തിയെന്ന PK ഫിറോസിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു KT ജലീൽ. തിരികെ ഫിറോസിനെതിരെയും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.